നമ്മൾ രാവിലെയിൽ ഇനി പോകുന്നത് അയോധ്യയിലേക്കാണ്. പണി പൂർത്തിയായ രാമക്ഷേത്രം കാണാൻ ഭക്തരുടെ ഒഴുക്കാണ് അയോധ്യയിലേക്ക്. തിരക്ക് കണക്കിലെടുത്ത ദർശന സമയവും കൂട്ടിയിട്ടുണ്ട്. ഇന്നും നാളെയുമായി 3 ലക്ഷത്തിലധികം ആളുകൾ എത്തിച്ചേരുമെന്നാണ് കണക്കുകൂട്ടൽ. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ധ്വജാരോഹണം നാളെയാണ്. അന്തിമ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് അയോധ്യയിലെത്തും. രഞ്ജിത്ത് രാമചന്ദ്രൻ അയോധ്യയിൽ നിന്ന് തത്സമയം ചേരും. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. അയോധ്യയിലാണ് ഉള്ളത്. എന്തായാലും ധ്വജാരോഹണത്തിന് ഇനി ഒരു ദിവസം മാത്രം. അയോധ്യ മുഴുവൻ ഉത്സവലഹരിയിലാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായല്ലോ അല്ലേ? തീർച്ചയായും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരുന്നു. നമ്മൾ ഇന്നലെ രാത്രി കണ്ട കാഴ്ചയല്ല ഇന്ന് രാവിലെ അയോധ്യയിലേക്ക് വരുമ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാം. ഇപ്പോൾ പുഷ്പാലങ്കൃതമായ ദൃശ്യങ്ങൾ കുറച്ചുകൂടി രാമനും ഹനുമാനും, രാമഭക്തനായ ഹനുമാന്റെയും ലക്ഷ്മണന്റെയും ഒക്കെ പുതിയ ദൃശ്യങ്ങൾ കൂടി നമുക്കിവിടെ കാണാം. മനോഹരമായി തന്നെ ശില്പികൾ തീർത്ത, പുഷ്പത്തിൽ തീർത്ത പ്രധാനപ്പെട്ട ദൃശ്യങ്ങളിലേക്ക് തന്നെ ക്യാമറ പോകുന്നുണ്ട് ഭവ്യ. അത്തരത്തിൽ ഓരോ സമയത്തും വളരെ കൃത്യമായി തന്നെ ആസൂത്രണത്തോടു കൂടി അയോധ്യയെ എത്രത്തോളം മനോഹരിയാക്കാമോ അത്രത്തോളം തന്നെ മനോഹരിയായിക്കൊണ്ടാണ് പ്രധാനമന്ത്രി സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി വരുന്നത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ നാളെ ഉച്ചയ്ക്ക് 12 മണിക്കും 1 മണിക്കും ഇടയ്ക്കാണ് ധ്വജാരോഹണ ചടങ്ങ് നടക്കുക. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ അകലെയുള്ള സാകേത് PG കോളേജ് ഉണ്ട്. ഈ സാകേത് PG കോളേജിലാണ് പ്രധാനമന്ത്രി എത്തുക. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഉണ്ടാകുമെന്ന് തന്നെയാണ്. റോഡ് ഷോയിലൂടെ തന്നെയാണ് പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് ആനയിക്കുക. ഇരു സ്ഥലങ്ങളിലും പുഷ്പവൃഷ്ടി ഉണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയാണ്. അല്പസമയം മുമ്പാണ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അവരുടെ നേതൃത്വത്തിൽ അയോധ്യയുടെ സുരക്ഷ പൂർണ്ണമായും അവർ ഏറ്റെടുത്തിരിക്കുന്നത്. അവരുടെ വലിയ ഒരു സംഘം ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെ സുരക്ഷ കണക്കിലെടുത്താണിത്. ഇന്ന് ഏതാണ്ട് 10 മണിക്ക് ശേഷം യോഗി ആദിത്യനാഥ് UP മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാകും ഇന്ന് മുതൽ നാളെ വരെയുള്ള ചടങ്ങുകളുടെ പൂർണ്ണ നിയന്ത്രണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ത്രികോണാകൃതിയിലുള്ള കാവിനിറത്തിലുള്ള പതാകയാണ് ഈ 191 അടി ഉയരത്തിൽ ഉയർത്തുക എന്നുള്ളതാണ് ഈ അയോധ്യയുടെ ക്ഷേത്ര പൂർത്തീകരണത്തിന്റെ ഒരു പൂർത്തീകരണം കൂടി ഇതുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം, നാളെ ശ്രീരാമ പട്ടാഭിഷേകത്തിന്റെ ദിവസം കൂടിയാണ്. ആ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുത്തതും അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ക്ഷേത്രത്തിന്റെ പൂർത്തീകരണം 3 നിലകളായുള്ള ക്ഷേത്രം പൂർണ്ണമാകുന്നു. ഭക്തർക്കായി മറ്റന്നാൾ മുതൽ പൂർണ്ണമായും ധ്വജാരോഹണത്തിന് ശേഷം തുറന്നു കൊടുക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. നാളെ റെസ്ട്രിക്റ്റഡ് എൻട്രി മാത്രമായിരിക്കും ഒരു പക്ഷേ അയോധ്യ ക്ഷേത്രത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭവ്യ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 2 ലക്ഷത്തിന് മുകളിൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും അതൊരു 3 ലക്ഷമൊക്കെ ആകും. രാവിലെ ആ തിരക്കുകൾ നമുക്ക് വളരെ കൃത്യമായി തന്നെ ദൃശ്യങ്ങൾ കാണാം. എനിക്ക് തൊട്ടടുത്ത് തന്നെ ഈ ദൃശ്യങ്ങളിലൂടെ രാവിലെ മുതൽ ഞങ്ങളൊരു 6 മണിയായപ്പോൾ ഇവിടെ എത്തി. രാവിലെ 6 മണിക്കാണ് നട തുറക്കുക. 6 മണിക്ക് മുൻപ് തന്നെ ഭക്തരുടെ വലിയ ഒരു ഒഴുക്കാണ്. ഏറ്റവും ഈ പ്രശാന്ത സുന്ദരമായ ഒരു കാലാവസ്ഥയൊക്കെയാണ്. വലിയ തണുപ്പില്ല, വലിയ ചൂടില്ല, ഒരു കുളിരൊക്കെയുള്ള ഒരു കാലാവസ്ഥയിൽ പല സ്ഥലങ്ങളിൽ നിന്നും, ഈവൻ കേരളത്തിൽ നിന്ന് പോലും അല്ലെങ്കിൽ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് UPയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒഴുകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇവരെല്ലാം രാമ വിഗ്രഹം കണ്ട്, രാമനെ കണ്ട്, രാംലല്ലയെ കണ്ട് തൊഴുത് മടങ്ങാനുള്ള ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നിന്ന് വന്ന് പോകുന്നവരാണ്. അതിനനുസരിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അധികം ക്യൂ നിന്ന് തൊഴേണ്ട കാര്യമില്ല. എത്ര ലക്ഷക്കണക്കിന് ആളുകൾ വന്നാലും വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെ അവരെ ദർശനം നടത്തി വളരെ പെട്ടെന്ന് മടങ്ങാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് ക്യൂ കോംപ്ലക്സുകളും സംവിധാനങ്ങളും മറ്റും ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് അമ്പലത്തിനുള്ളിൽ കയറിയാൽ ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് ദർശനം നടത്തി മടങ്ങാം. ഇതിനിടയ്ക്ക് വിശേഷാൽ ചില പൂജകളൊക്കെ ഉണ്ട്. ഈ പൂജകളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അല്പം സമയം താമസിക്കും എന്നല്ലാതെ ഈ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഭക്തർക്കില്ലാത്ത രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. രഞ്ജിത്ത്, അതാണ് ഇപ്പോൾ മറ്റന്നാൾ മുതൽ, അതായത് 26-ാം തീയതി മുതൽ പൂർണ്ണമായും ഈ ക്ഷേത്രം ഭക്തർക്ക് തുറന്നു കൊടുക്കും എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് വിശ്വാസികളെ സംബന്ധിച്ച്. അപ്പോൾ ഈ നാളെ ഈ ധ്വജാരോഹണം നടക്കുന്ന നാളെ പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി തന്നെ വലിയ സുരക്ഷയിലായിരിക്കും രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ നാളെ വിശ്വാസികൾക്ക് ക്ഷേത്രത്തിൽ കയറുന്നതിന് ഏതെങ്കിലും സമയക്രമീകരണത്തിൽ മാറ്റമുണ്ടോ? അങ്ങനത്തെ വിവരങ്ങൾ എന്താണ്?
രാവിലെ 6 മണിക്കാണ് ഭവ്യ ക്ഷേത്രം തുറക്കുക. നേരത്തെ 7 മണിക്ക് തുറന്ന് 9 മണിക്ക് അടയ്ക്കുന്ന ഒരു രീതിയായിരുന്നു ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് രാവിലെ 6 മണിക്ക് തുറന്നിട്ട് രാത്രി 10 മണിയോടുകൂടിയാണ് ക്ഷേത്രം അടയ്ക്കുക. കാരണം വരുന്ന ആളുകൾക്കൊക്കെ പരമാവധി നന്നായി ദർശനം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് സംഘാടകർ ഇതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നാളെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുവരെയുള്ള നമ്മുടെ അറിവനുസരിച്ച് 9 മണി വരെ മാത്രമാകും ഭക്തർക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശനം ഉണ്ടാവുക. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് വലിയ തോതിലുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ATS, അതുകൂടാതെ കർണാടക UP പോലീസ്, ഒപ്പം കേന്ദ്രസേന അടക്കമുള്ളവരുടെ വലിയ തോതിലുള്ള സാന്നിധ്യം ഇവിടെ ഉണ്ട്. അവരാണ് പൂർണ്ണമായും ക്ഷേത്രത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് വലിയ നിയന്ത്രണത്തോടു കൂടി തന്നെയാണ് ഭക്തരെ 3 തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി വേണം ഭക്തർ തിരിച്ചു പോകാൻ. രജിയ, കിധർ സേ ഹൈ സബ് ലോഗ്? पूना से। कब आ गया इधर? कल आ गए। कल आ गया। पहले बार आया इधर? हाँ, पहली बार आए। कैसा लग रहा है? अच्छा लगा, बहुत अच्छा लगा। इतने भावुक हो गए कि आंसू ही बह रहे थे हमारे आँखों से। इतना अच्छा लगा, बहुत अच्छा लगा। तुम्हारा रिश्तेदार फ्रेंड्स इधर आया है पहले? हाँ, मेरे पति आए थे कार सेवा में, आए थे वो उधर मंदिर के वो जो पाड़ने वाले थे ना, तब आए थे वो। मेरी सास और मेरे पति आए। बहुत खुश है? खुश, वो तो बहुत खुश हो गए। कितना दिन होगा इधर? कल आए थे। कल आए हम। 2 दिन होगा? नहीं, कल रात को आए हम, दोपहर को, और रात को भी दर्शन लिया। और अब कैसे लग रहे? क्षेत्र पूर्ण हो गया? हाँ, पूरा हो गया? पूरा हो गया ऐसा लग रहा है। दूसरी बार आया इधर? दूसरी बार बहुत अच्छा लगा। അതായത് ഇങ്ങനെ ഇപ്പോൾ പൂനെയിൽ നിന്ന് വന്ന കുറെ ആളുകളാണ്. അങ്ങനെ എല്ലാ തലത്തിലും ഈ ഭക്തർക്ക് കണ്ടു മടങ്ങാവുന്ന, എല്ലാ തരത്തിലും രാമനെ കണ്ടു മടങ്ങാവുന്ന ഒരു ടൂറിസം പിൽഗ്രിമേജ്, അത്തരത്തിൽ ഒരു പിൽഗ്രിമേജ് ടൂറിസം എന്ന രീതിയിൽ തന്നെ ഇത് വളർന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ ഇന്നലെയൊക്കെ നമ്മൾ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ലോകത്തിലെ തന്നെ, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം തീർത്ഥാടകർ എത്തുന്ന ഒരു ഭക്തി കേന്ദ്രമായി അയോധ്യ വളരെ പെട്ടെന്ന് ഈ 2 വർഷത്തിനിടയിൽ മാറി എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനനുസരിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും, അടിസ്ഥാന സൗകര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന പശ്ചാത്തലം കൂടി ഉണ്ടാകുന്നു. അത് UPയുടെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാക്കുന്ന വിപ്ലവമൊട്ടും ചെറുതല്ല എന്നുള്ളതാണ്. UP എല്ലാവരും ഈ രാമക്ഷേത്രത്തിൽ വന്നു മടങ്ങാനുള്ള എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയപ്പോൾ, അടിസ്ഥാന സൗകര്യങ്ങൾ വളർന്നപ്പോൾ, സുഗമമായി വന്നു മടങ്ങാം എന്ന വിശ്വാസം വന്നപ്പോൾ തന്നെ ആളുകൾ വല്ലാത്ത രീതിയിൽ ഇങ്ങോട്ടേക്ക് പ്രവഹിക്കുകയാണ്. അതിന് ഇപ്പോൾ ഒരു ദിവസ വ്യത്യാസമില്ല. 2 ലക്ഷം പേർ, നമ്മൾ ഈ അത്ഭുതകരമായ കണക്കുകൾ എന്ന് പറയുന്നത് 60 കോടി ആളുകൾ ഇവിടെ വന്ന് ദർശനം നടത്തി മടങ്ങി എന്നുള്ളതാണ്. ഈ 2 വർഷത്തിനിടയിൽ 60 കോടി ആളുകൾ. അതിന് മുൻപുള്ള വർഷങ്ങളിൽ 2000 മുതൽ 2004 വരെയുള്ള സമയത്ത്, ഈ രാമക്ഷേത്രത്തിൽ നിർമ്മാണം നടക്കുന്ന സമയത്ത് 36 ലക്ഷം പേരുടെ കണക്കിൽ നിന്നാണ് ഈ 60 കോടിയിലേക്ക് ഈ 2 വർഷത്തിനുള്ളിൽ എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അങ്ങനെ എല്ലാ തലത്തിലുമുള്ള വ്യത്യാസം ഇവിടെ ഉണ്ടാകുന്നു. ആളുകൾക്ക് വന്ന് ദർശനം നടത്തി മടങ്ങാനുള്ള എല്ലാ പശ്ചാത്തലവും ഒരുങ്ങുന്നു. നമുക്ക് ഇതിന്റെ തൊട്ടുപുറകിൽ കാണാം, ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് താമസിച്ച് ദർശനം നടത്തി മടങ്ങുന്ന അനവധിയായ ആളുകളുണ്ട്. അങ്ങനെ അവരൊക്കെ രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് പ്രവഹിക്കുകയാണ്. വന്ന് 2-3 തവണ ദർശനം നടത്തി, കാരണം അതിനുള്ള സൗകര്യമുണ്ട്. ഒരു ദിവസം എത്ര തവണ വേണമെങ്കിലും ദർശനം നടത്തി മടങ്ങാനുള്ള എല്ലാ പശ്ചാത്തലവും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട്. അങ്ങനെ 2-3 തവണ ദർശനം നടത്തി മടങ്ങാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. അതനുസരിച്ച് പ്രയോജനപ്പെടുത്തുന്നുമുണ്ട് ആളുകൾ എന്നുള്ളതാണ്. അതിന് ഇപ്പോൾ ദേശവ്യത്യാസമില്ല, എല്ലാവരും അയോധ്യയിലേക്ക് എന്നുള്ളതാണ് UP സർക്കാരിന്റെ ഒരു കൺസെപ്റ്റ്. ആ തരത്തിൽ അവർ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. ഏതായാലും വലിയ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വരവിനുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോഡ് ഷോ ആയാകും പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുക എന്നുള്ളതാണ്. ഏതാണ്ട് 10-15 മിനിറ്റ് നീളുന്ന ഒരു റോഡ് ഷോ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ഇന്നലെ മുതൽ തന്നെ പാസ് ഇല്ലാത്ത ഒരു വാഹനത്തെയും ഈ രാംപഥിലൂടെ കടത്തിവിടാൻ അനുവദിക്കുന്നില്ല. ഇത് റോഡ് ഷോ, ഇവിടെ നമുക്കറിയാം ഈ ഓട്ടോകളാണ് ഏറ്റവും കൂടുതലായി ഉള്ളത്. ഈ ഓട്ടോകൾ പോലും അനുവദിക്കുന്നില്ല എന്നുള്ള പരാതി നമ്മളോട് രാവിലെ മുതൽ തന്നെ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളും മറ്റുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ എല്ലാ തലത്തിലും വലിയ തോതിലുള്ള ക്രമീകരണങ്ങളിലൂടെ, സംവിധാനത്തിലൂടെ അയോധ്യയുടെ മുഖഛായ മാറുന്നു. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി ഇതാ ഇപ്പോൾ അയോധ്യ ഒരുങ്ങിയിരിക്കുന്നു. പ്രധാനമന്ത്രിക്കൊപ്പം UP മുഖ്യമന്ത്രി ഉണ്ടാകും, RSSന്റെ സർവ്വസംഘചാലക ഉണ്ടാകും, 101 ആചാര്യന്മാർ, അതായത് കാശിയിൽ നിന്നും രാമേശ്വരത്ത് നിന്നും അയോധ്യയിൽ നിന്നും മറ്റുമുള്ള 101 ആചാര്യന്മാർ നേതൃത്വത്തിലാകും ചടങ്ങുകൾ നടക്കുക എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടി പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങൾ അയോധ്യയിൽ പൂർത്തിയായി കഴിഞ്ഞു. വരും മണിക്കൂറുകളിലും ഭക്തരുടെ ഒരു ഒഴുക്ക് ഇന്ന് മുഴുവൻ അയോധ്യയിലേക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഭവ്യ.
രഞ്ജിത്ത് രാമേന്ദ്രനും പ്രശാന്ത് മംഗലശ്ശേരിയുമാണ് അയോധ്യയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിയത്.